ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ പാലൊക്കെ കറന്ന് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ പശുവിന് കഴുകും തൊഴുത്ത് വൃത്തിയാക്കലുമാണ് പരിപാടി. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ പോത്തപ്പന്മാർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. തൊഴുത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെയും രാത്രിയാണ് ഇവർ കൂടുതൽ ഇവിടെ നിൽക്കുക. പകൽ പിന്നെ ഫുള്ളും ബാക്കിലകത്ത് ഒടിയിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്കിവിടെ വരുമ്പോൾ നല്ല വിഷമം തോന്നും. അപ്പോൾ കുഞ്ഞുവിനെ അയച്ച് പുറത്ത് കിട്ടിയിട്ടുണ്ട്. മേറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലീനിങ് പരിപാടി നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പോത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എണിച്ചാൽ നമ്മുടെ മെയിൻ പരിപാടി പറഞ്ഞാൽ ഇവിടെ അടിക്കലും വൃത്തിയാക്കലൊക്കെ ആയിരിക്കും കേട്ടോ. അവന്മാരില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കലൊന്നും നമുക്കില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവന്മാരിൻ്റെ മുഖമൊക്കെ ആലോചിക്കുമ്പോൾ നല്ല വിഷമം തോന്നും. അവർക്ക് എന്താ സംഭവിക്കണമെന്നൊക്കെ ആലോചിക്കുമ്പോൾ വിഷമം തോന്നും. ഇനി അവരെക്കുറിച്ച് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സങ്കടമാകുമല്ലോ എന്ന് വെച്ചിട്ട് വിളിക്കാത്തതാണ് കേട്ടോ. എവിടെയെങ്കിലും പോയിട്ട് അവർ വളരുകയാണെങ്കിൽ കൂടെ നമുക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷേ ഇനി പോത്ത് വളർത്തലൊന്നും നമ്മൾ അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നും. എൻ്റെ വീട്ടിൽ മുമ്പ് പോത്തും പശുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പശുവിനെ നമ്മളിതുപോലെ 4 കാമ്പിൽ ഒരു കാമ്പിൽ എന്തോ വീക്കം വന്നപ്പോൾ ഡോക്ടർ വന്നൊരു ഇഞ്ചക്ഷൻ ഇട്ടു. ആ ഇഞ്ചക്ഷൻ ഇട്ടതിന് ശേഷം ആ കാമ്പ് പാല് വരാണ്ടായിട്ട് കേട് വന്നിട്ട് അങ്ങനെ ആ പശുവിനെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ആ പശുവിനെ കൊടുത്തു. പിന്നെ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയണത് അത് കൊണ്ടുപോയ ആൾക്കാരും ഇതുപോലെ അതിന് ഇറച്ചി വിലയ്ക്ക് കൊടുത്തു. അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി നമുക്ക് കേട്ടോ. ഒരുപാട് നമ്മൾ സങ്കടപ്പെട്ട് കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ചെറിയ പോത്തിനെ കൊണ്ടുവന്ന് ഒരുപാട് കാലം 2 കൊല്ലം 2.5 കൊല്ലം നിർത്തിയിട്ടാ. നമ്മളതിനെ കൊടുക്കാൻ ആഗ്രഹിച്ചതേ ഇല്ല. പക്ഷേ 2.5 കൊല്ലമൊക്കെ നിർത്തി അവനെ എവിടെ അഴിച്ചുവിടാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഓടിയിട്ട് നമുക്കവരെ പിടിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായി. എന്നിട്ട് വെറും 43 രൂപയ്ക്കാട്ടോ. അത്രയും നല്ല സൈസ് പോത്ത് വെറും 43 രൂപയ്ക്കാണ് അന്ന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നത്. പക്ഷെ അതിനെ കൊടുത്തതിന് ശേഷം ഒരുപാട് കരച്ചിലായിരുന്നു. അതിനുശേഷം വീട്ടിൽ പിന്നെ പോത്തോ പശു ഒന്നും മേടിച്ചിട്ടില്ല. അതുകൊണ്ട് പോത്തിനെ വാങ്ങിക്കുക പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് അവരായിട്ട് അത്ര അറ്റാച്ച്മെൻ്റ് ആവാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ പോത്തുണ്ടായിരുന്നപ്പോഴും നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. നല്ല സങ്കടമായി നമുക്ക് അവനെ കൊടുത്തതിന് ശേഷം. വെറുതെ പിന്നെ നമ്മൾ അതേ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരും പോയി. നമ്മുടെ പശു മാത്രമായിട്ടാണ്. ഇവർക്കൊരു കൂട്ടായിട്ട് ആരെങ്കിലും ഒരാളെയും കൂടെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വീഡിയോ തന്നെ ചെയ്യുന്നത്. അവന്മാർ പോയതുകൊണ്ട് വൈക്കോലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേഗം വൈക്കോലൊക്കെ തീരും കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് നിർത്തിയിട്ട് പെരുന്നാളിൻ്റെ സമയത്തൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ പെരുന്നാളിൻ്റെ സമയത്ത് മൊത്തം നമ്മൾ അത് ആലോചിച്ച് വിഷമിച്ചിട്ടേ ഇരിക്കും. മുൻകൂട്ടി കൊടുത്തതുകൊണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും പിന്നെ ഈ ഒരു വേദന എന്നൊക്കെ പറയണത് നമ്മുടെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ പറയുമല്ലോ, എൻ്റെ വീട്ടിൽ പണ്ട് പോത്തുണ്ടായിരുന്നു, 3 നാൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങളത് കൊടുത്തപ്പോൾ ഇത്ര വിഷമിച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ. അതുകൊണ്ട് എന്നും അവരൊരു ഓർമ്മയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ പശുവിനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാലൊക്കെ കറന്നു കഴിഞ്ഞാൽ അപ്പോൾ കൊടുത്തിട്ട് വന്നു കേട്ടോ. കാരണം ഇപ്പോൾ വെള്ളം കൂടുതൽ സമയം വരുന്നത് കൊണ്ട് കൂടുതൽ സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയൊക്കെ കഴുകാൻ പറ്റും കേട്ടോ. നമ്മുടെ കുഞ്ഞു അമ്മൂന് അടുത്ത പുള വന്നാൽ കുത്തിവയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അവൾക്ക് ഇനിയിപ്പോൾ കുത്തിവയ്ക്കാനൊക്കെ ആയല്ലോ. അടുത്ത പുള ഇളകിയോ കുത്തിവയ്ക്കണം. അപ്പോൾ ഒന്നും കരച്ചിലാണ് കേട്ടോ. തൊഴുത്തിൽ രാത്രി വന്നു കഴിഞ്ഞാൽ അപ്പോഴല്ലേ കൂടുതൽ രാത്രി തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നതും അവന്മാർ ഇവിടെ കിടക്കുകയൊക്കെ ചെയ്യുമല്ലോ. നമ്മുടെ നടക്കഷ്ണം പോത്തപ്പം അടുത്ത് പോയാലും കൊമ്പുകൊണ്ട് ഇങ്ങനെ കുലുക്കി വരും. ഇപ്പോൾ അതാരും ഇല്ല നമുക്കതുപോലെ ആക്കാനൊന്നും. നമ്മുടെ പോത്തപ്പന്മാർ പോയപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻ്റായിട്ട് വളർത്തുന്ന എന്ത് സാധനവും, അതായത് മനസാക്ഷി ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. കാരണം അറപ്പും വെറുപ്പും ഇല്ലാത്തവരല്ലേ തല്ലിയിട്ടും അവർ ഉപദ്രവിച്ചിട്ടും അങ്ങനെയൊക്കെ നേരെ തീറ്റ കൊടുക്കാണ്ടും അങ്ങനെയൊക്കെ വളർത്തുന്നവർക്ക് പ്രശ്നമില്ല. അല്ലാണ്ട് വളർത്തുന്ന എല്ലാവർക്കും അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അവരെ കൊടുക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമായിരിക്കും.
അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസ് കാണാൻ നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പശു ഇനിയും നമ്മൾ ഒരു പശുവിനെയും കൂടെ മേടിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ കഴിഞ്ഞാൽ ബൈ.